ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. AP അനിൽകുമാർ തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹം ഫോണിൽ ചേരുന്നുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായും കേൾക്കുന്നു. നമുക്കിപ്പോ അവിടെ ഉള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് മലയാളികൾ അവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ അല്ലെ ഇപ്പൊ നടക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായിടത്തും ഡൽഹിയിലും അതുപോലെ തന്നെ അവിടെ എംബസിയിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. നമുക്ക് എത്രമാത്രം ആളുകൾ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റുകളായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കിയിരുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് 62ഓളം പേരാണ് നമുക്ക് വിവരം ലഭിച്ചത്. മാത്രമേ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ബന്ധപ്പെടുവാനും മറ്റുള്ള സ്ഥലങ്ങളിൽ ബന്ധപ്പെടുവാനുമുള്ള ഫോൺ നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. കേരളത്തില് നമുക്ക് നോർക്കയുടെ ഇതിൽ, അതുപോലെ SDMAയുടെ ഡൽഹിയിൽ എല്ലാ 4 കേന്ദ്രങ്ങളിലും നമ്മൾ ടെലിഫോൺ നമ്പറുകൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടെങ്കിൽ അവരെ അറിയിക്കുന്നതിന് വേണ്ടി ടെലിഫോൺ നമ്പർ നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് നമുക്ക് 62ഓളം ആളുകളാണ് അവിടെ നമ്മുടെ നിഗമനം അവിടെ ഉണ്ട് എന്നുള്ളത്. അതിൽ 56 ആളുകളെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 6 ആളുകൾ മാത്രമാണ് കോണ്ടാക്ട് ലിസ്റ്റിൽ ഇനി നമുക്ക് ബന്ധപ്പെടേണ്ടത് ഉള്ളത്. അവിടുത്തെ സാഹചര്യത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും ആളുകൾ കിടക്കുന്നിടത്ത് നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ വൈഫൈ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താൻ കഴിയും, അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് അത് 4 പേര് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളികളാണ്. അവരാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനെ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിരന്തരം ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം എങ്ങനെയാണ്? പറഞ്ഞല്ലോ, അത് ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ പ്രത്യേകം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ തിരിച്ചെത്തി കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നേരിട്ടും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പൊതുവെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം 200ലധികം ആളുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും അതിനകത്ത് താല്പര്യമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ, അതോ അധികൃതർ അവരോട് സംസാരിക്കുകയായിരുന്നു? ഞങ്ങൾക്ക് മനസ്സിലാക്കിയ വിവരം അവര് പലരും കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവര് ഫോണിൽ തന്നെ അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരം കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവൺമെന്റ് അവരെ കോൺടാക്ട് ചെയ്തപ്പോഴും അവർ സേഫാണ് എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഒട്ടും താമസിക്കാതെ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് നാട്ടിലെത്താൻ കഴിയുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശരി, താങ്ക് യു. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് MP ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അവരെ വളരെ വേഗത്തിൽ തന്നെ മലയാളികളെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതും. അവർ കുടുങ്ങിക്കിടക്കുന്നവരാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. കുടുംബാംഗങ്ങൾക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അവരുമായി ഒരു ആശയവിനിമയത്തിന് സാധ്യമായിരുന്നില്ല, കാരണം റേഞ്ച് അടക്കമില്ലാത്ത ഏരിയകളാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരാശയവിനിമയം നടന്നിരിക്കുന്നു. അവരെ തിരികെ എത്തിക്കാൻ ഉടൻ തന്നെ കഴിയുമെന്നുള്ളതാണ് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോട് തത്സമയം സംസാരിച്ചത്.